ചൈനയെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ആഗോള സൈനിക പ്രതിരോധ സാങ്കേതിക വിദ്യാ രംഗത്ത് ചൈന ഒരു നിർണായകമായ മുന്നേറ്റം നടത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഇത്തരത്തിലുള്ള ആദ്യത്തെ മിസൈൽ പ്രതിരോധ സംവിധാനം ചൈന വിജയകരമായി വികസിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് എർലി വാർണിംഗ് ഡിറ്റക്ഷൻ ബിഗ് ഡാറ്റ പ്ലാറ്റ്ഫോം എന്ന് പേരിട്ടിരിക്കുന്ന ഈ വിപ്ലവകരമായ പ്രതിരോധ സംവിധാനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിഭാവനം ചെയ്ത അമേരിക്കയുടെ സ്വപ്ന പദ്ധതി കൂടിയായിട്ടുള്ള ഗോൾഡൻ ഡോം മിസൈൽ ഷീൽഡിന് സമാനമാണ്. ഈ നേട്ടം ചൈനയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ലോകരാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. നിലവിൽ വികസനത്തിൻ്റെ പ്രാരംഭഘട്ടത്തിലായിരിക്കുമ്പോഴും ഈ അത്യാധുനിക ആഗോള പ്രതിരോധ സംവിധാനത്തിന് ലോകത്തെവിടെ നിന്നും ചൈനയ്ക്ക് നേരെ തൊടുത്തുവിടുന്ന 1000 മിസൈലുകളെ ഒരേ സമയം നിരീക്ഷിക്കാൻ കഴിവുണ്ട് എന്നുള്ളതാണ്. ബഹിരാകാശം, സമുദ്രം, വായു, കര എന്നിവയിലെല്ലാം വിന്യസിച്ചിട്ടുള്ള വിവിധ സെൻസറുകൾ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിച്ച് കൃത്യമായി ഈ ഭീഷണികളെയെല്ലാം തിരിച്ചറിയാനും പ്രതിരോധ സംവിധാനങ്ങളെ സജ്ജമാക്കാനും ഈ പ്ലാറ്റ്ഫോമിന് സാധിക്കും. അമേരിക്കയുടെ സ്റ്റാർ വാർസ് സ്വപ്നം പൂർണ്ണമായി യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് ചൈന ഈ സാങ്കേതികവിദ്യയുടെ പ്രോട്ടോടൈപ്പ് വിന്യസിച്ചത് ആഗോള പ്രതിരോധ രംഗത്ത് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്ന ആശയം അമേരിക്കൻ സ്വപ്നമായിരുന്നു. ഏതാണ്ട് 1983 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ സ്റ്റാർ വാർസ് എന്ന വിളിപ്പേരുള്ള സ്ട്രാറ്റജിക് ഡിഫൻസ് ഇനിഷ്യേറ്റീവ് പ്രഖ്യാപിക്കുകയുണ്ടായി. ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ചൈനയുടെ തീരങ്ങളിൽ എത്തുന്നതിന് മുമ്പ് അത് തടഞ്ഞ് നശിപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം റീഗൻ വിഭാവനം ചെയ്തു. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടെ റീഗൻ്റെ ഈ ദർശനം പക്ഷേ പൂർണ്ണമായും യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചില്ല. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് ഈ സ്വപ്നം വീണ്ടും പുനരുജ്ജീവിപ്പിച്ചു. 2025 മെയ് മാസത്തിൽ ഗോൾഡൻ ഡോം എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ബഹുതല മിസൈൽ പ്രതിരോധ സംവിധാനം നിർമ്മിക്കാൻ ട്രംപ് നിർദ്ദേശം നൽകിയായിരുന്നു. $175 ബില്യൺ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതിയിൽ ഉപഗ്രഹ അധിഷ്ഠിതമായ ഒരു പാളിയും കരയിലെ 3 പാളികളുമായി മൊത്തം 4 പാളികൾ ഉൾപ്പെടും. എന്നാൽ ഈ അമേരിക്കൻ പദ്ധതിക്ക് ഇതുവരെ വ്യക്തമായ ഒരു സാങ്കേതിക ഘടന സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമേരിക്കയുടെ സ്വപ്നങ്ങൾ കടലാസിൽ മാത്രമായിരിക്കുമ്പോൾ ചൈന അത് ചെയ്തു കാണിച്ചെന്ന് ചുരുക്കത്തിൽ പറയാം. കര, കടൽ, വായു, ബഹിരാകാശം എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു സംയോജിത AI പ്രാപ്തമാക്കിയ പ്രതിരോധ ശൃംഖല സൃഷ്ടിക്കാനാണ് അമേരിക്കൻ ഗോൾഡൻ ഡോം ലക്ഷ്യമിടുന്നതെങ്കിലും സാങ്കേതിക ഘടന സ്ഥാപിക്കുന്നതിൽ പിന്നിലാണ്. എന്നാൽ ചൈനയുടെ ഈ മുന്നേറ്റം ലോകത്തിലെ ഏറ്റവും വലിയ 2 സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള സാങ്കേതികവും സൈനികവുമായ മത്സരം ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു.